പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കമ്മീഷൻ ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയേക്കും. കോടതി നടപടിയുമായി പോലീസ് സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. അമൽനാഥ് പാടിശാൽ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. ഒരു നാട് മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്നതാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പോലീസ് അതിക്രമം 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട് കാണുകയായിരുന്നു. സാധാരണക്കാരായ അമ്മമാർ, പ്രായം ഉള്ളവർ, രോഗികളായ മനുഷ്യർ, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന, മർദ്ദിക്കുന്ന ഒരു പോലീസ് തേർവാഴ്ച 10 വർഷങ്ങൾക്ക് ശേഷം കേരളം കാണുകയാണ് പാരിയത്തുകാവിലൂടെ. എന്താണ് അമൽ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും പുതുതായി പറയാൻ കഴിയുന്നത്? അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കും, പോലീസ് സഹകരിക്കുന്നില്ല എന്നാണ് അവരുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് മിക്കവാറും ഇന്നലത്തെ പോലീസിനെ കുറിച്ചായിരിക്കില്ല. ഇതിനു മുൻപ് ഒരു 14 വട്ടം അവർ എത്തിയിട്ടുണ്ടല്ലോ. അന്ന് നയപരമായി സംസാരിച്ച് അവിടുത്തെ മനുഷ്യരെ കേട്ട് പോലീസ് തിരിഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലത്തെ പോലീസ് അഭിഭാഷക കമ്മീഷന്റെ ആഗ്രഹം അനുസരിച്ചാണല്ലോ പെരുമാറിയത്. മനു, കഴിഞ്ഞ ദിവസം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇന്ന് അഭിഭാഷക കമ്മീഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസ് സേന ഈ അഭിഭാഷകനോട് ഇത്തരത്തിൽ സഹകരിക്കുന്നില്ല എന്ന രീതിയിലാകും ഈ റിപ്പോർട്ട് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 14 തവണയായി ഇത്തരത്തിൽ അഭിഭാഷക കമ്മീഷനൊപ്പം തന്നെ പോലീസും ഈ സമരവേദിയിലേക്ക് എത്തിയിരുന്നു. അന്നൊക്കെ തന്നെയും ഈ പ്രതിഷേധക്കാരുമായി ഇവർ സംസാരിക്കുകയായിരുന്നു, ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ പ്രതിഷേധക്കാർ സൂചിപ്പിച്ചത് തങ്ങൾക്ക് തങ്ങളുടെ മണ്ണും ഒപ്പം തന്നെ ഈ വീടും വിട്ടിറങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്നത് തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് മറ്റേ ഒരു അക്രമത്തിലേക്ക് ഒന്നും തന്നെ കടക്കാതെ ഈ അഭിഭാഷക കമ്മീഷനും ഒപ്പം തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസും ഒക്കെ പിൻവാങ്ങുന്നതാണ് ഈ 14 തവണയായും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ, അതായത് ഇന്നലെ ഉണ്ടായത് അങ്ങനെയല്ല. ഏകദേശം ഒരു 10 മണിയോടുകൂടി ഈ പോലീസ് സേനയും അഭിഭാഷക കമ്മീഷനും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സേന ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുന്നേ ഉള്ളതിനേക്കാൾ ഏകദേശം 3-4 ഇരട്ടി പോലീസ് സംഘം ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയത് എന്നത് ഏറെക്കുറെ വ്യക്തമായ ഒരു സാഹചര്യമാണ്. അതായത് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഇവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഈ വീടുകളിൽ നോട്ടീസ് പതിക്കുന്ന കാര്യങ്ങളിലേക്ക്, അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഇന്ന് എന്തായാലും പോകും, അവരെ കുടിയൊഴിപ്പിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു ഈ പോലീസ് സേനയും അഭിഭാഷകനും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏകദേശം ഒരു 2 മണിയോടുകൂടി ഈ പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെ അക്രമം ഉണ്ടാകുന്നു. പിന്നീട് ഈ വീടുകളിലേക്ക് ഈ പോലീസ് സംഘം എത്തുകയും അവിടെ നോട്ടീസ് പതിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയും മറ്റു മുതിർന്നവരെയും ഒക്കെ തന്നെ വളരെ ക്രൂരമായി ആക്രമിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അത് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ തലയ്ക്ക് അടിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കാലുകളിൽ നിന്നും ചോരയൊലിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒപ്പം തന്നെ പ്രായമായവർക്ക് ഗുരുതരമായി കാൽമുട്ടിനും കൈമുട്ടിനും ഒക്കെയായി പരിക്കേൽക്കുന്നു. അത്തരത്തിലുള്ള കാഴ്ചകൾ, വളരെ വേദനയുണ്ടാക്കുന്ന കാഴ്ചകളായിരുന്നു ഇന്നലെ പാരിയത്തുകാവിൽ നിന്നും കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം മനു ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ UDF സർക്കാരിന്റെ കാലത്തും LDF സർക്കാരിന്റെ കാലത്തുമുള്ള ഒരു പ്രധാന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ LDF സർക്കാർ കേരളം ഭരിക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു അക്രമത്തിലേക്കൊന്നും തന്നെ പോയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ജനകീയ പ്രതിഷേധത്തെ കേൾക്കാൻ വേണ്ടി പോലീസ് സേനയും ഈ അഭിഭാഷക കമ്മീഷനും ഒക്കെ തന്നെ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നിലവിൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് മണിക്കൂറുകൾ, 48 മണിക്കൂർ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ചയുണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ ജനകീയ സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാകണമെങ്കിൽ അത് വെറുതെയാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു പോലീസ് സംവിധാനത്തിന് ഒരു പുതിയ സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം പതിവിൽ കവിഞ്ഞ പോലീസ് സന്നാഹവും രണ്ടും കൽപ്പിച്ചുള്ളൊരു നിലപാടും ഇന്നലെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നത്. അതിലൊരു സംശയവും നമുക്ക് വേണ്ട. മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് കൃത്യമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഇതിനു മുന്നേ ഉണ്ടായിരുന്നു എന്ന് തന്നെ വളരെ വ്യക്തമായ ഒരു സാഹചര്യം തന്നെയാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മന്ത്രിസഭ രൂപീകരിച്ച് മണിക്കൂറുകൾ, 48 മണിക്കൂർ പൂർത്തിയാകുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശം പോലീസ് സേനയ്ക്ക് ലഭിക്കുന്നത്. ഈ പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇത്തവണ ആ കുടിയൊഴിപ്പിക്കൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നൊരു നിർദ്ദേശം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ പോലീസ് സേന ഇത്തരത്തിൽ വീടുകളിലേക്ക് എത്തുകയും നോട്ടീസ് പതിക്കുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക്
വീട്ടിലേക്കും ഒക്കെ തന്നെ പോയത്. എന്നാൽ അവരുടെ, അതായത് ഇവിടെ ഈ സംഭവ സ്ഥലത്തിലെ ഈ വീട്ടുകാരുടെ ആകെയുള്ള സ്വത്ത് ആ ഭൂമിയും ആ വീടുമാണ്. അത് വിട്ടിറങ്ങിയാൽ അവർ എവിടെ താമസിക്കും, അവർ എവിടെ ജീവിക്കും, അവരുടെ ഭാവി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ യാതൊരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന നിമിഷം വരെ അവിടെ പോരാടും എന്നൊരു കാര്യം തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ക്രൂരമായ മർദ്ദനമായിരുന്നു അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അഭിഭാഷക കമ്മീഷൻ സൂചിപ്പിച്ച ഒരു സംഭവമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു തുടക്ക നടപടി എന്നത് മാത്രമാണ് എന്നുള്ളതാണ്. തന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ പോലീസ് സേന ഇത്തരത്തിൽ അതിക്രമിച്ചു കയറുകയും ഇത്തരത്തിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും ഇത് തുടരും, ഇത് തുടക്ക നടപടി എന്നത് മാത്രമാണ് എന്നാണ് അഭിഭാഷക കമ്മീഷൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഈ ബൗണ്ടറി ആക്ട് പ്രകാരം, അതായത് ഈ ഒരു അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതാണ് ഈ ബൗണ്ടറി ആക്ടിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ നോട്ടീസ് നൽകുകയോ കൃത്യമായ ഒരു തരത്തിലുള്ള ബോധ്യപ്പെടുത്തലോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ അഭിഭാഷക കമ്മീഷനും പോലീസും കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അവർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? നിങ്ങൾ കോടതി നിർദ്ദേശപ്രകാരം വന്ന അഭിഭാഷക കമ്മീഷനാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്ന ചോദ്യം ഇന്നലെ നാട്ടുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അമൽ, ഞാൻ ഓർക്കുകയായിരുന്നു, 14 തവണ ഈ അഭിഭാഷക കമ്മീഷൻ ഈ മനുഷ്യരെ ഒഴിപ്പിക്കാൻ വേണ്ടി പാരിയത്തുകാവിലെ ആ ഉന്നതിയിലെത്തിയതാണ്. അന്നൊക്കെ ആ മനുഷ്യരോടൊപ്പം അവിടെ നിറഞ്ഞു നിന്ന ഒരാളുണ്ടായിരുന്നു, PV ശ്രീനിജൻ എന്ന് പറയുന്ന ആ നാടിന്റെ MLA അല്ലേ? പക്ഷേ ഇപ്പോൾ അവിടുത്തെ MLA PV ശ്രീനിജൻ അല്ല, അദ്ദേഹം തോറ്റുപോയി, അദ്ദേഹത്തിന്റെ പാർട്ടി തോറ്റുപോയി. അവിടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഉണ്ട്, നിയുക്ത MLA ഉണ്ട്. പക്ഷേ ഇന്നലെ ഈ സമരമുഖങ്ങളിലൊന്നും ആ നിയുക്ത MLA നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. തോറ്റുപോയ PV ശ്രീനിജനും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മാത്രമായിരുന്നു അമൽ, അവിടുത്തെ ഏരിയ സെക്രട്ടറിയും മാത്രമായിരുന്നു അമൽ ആ സമരമുഖത്ത് ആ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നത്. മനോ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് മുൻ MLA ആയ ശ്രീനിജനും ഒപ്പം തന്നെ എല്ലായ്പ്പോഴും ഈ സമരമുഖത്തുണ്ടായിരുന്നത് CPM-ന്റെ ഏരിയ കമ്മിറ്റിയുമായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 14 തവണയും ഇത്തരത്തിൽ ഈ ഒരു സമരമുഖത്ത് CPM-ന്റെ പ്രവർത്തകർ ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും, അതായത് ഇന്നലെയും ഇത്തരത്തിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ തന്നെയായിരുന്നു ഈ സമരമുഖത്ത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൈത്താങ്ങായി കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവർ അവസാനം വരെ ഇത്തരത്തിൽ പ്രതിരോധവുമായി രംഗത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ സംഘർഷത്തിലേക്ക് ഈ സംഭവങ്ങളൊക്കെ നീളുന്നതോടുകൂടിയാണ് ശ്രീനിജൻ MLA-യും ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S സതീഷും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭരണം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലല്ലെങ്കിൽ പോലും ഇവരെ, അതായത് ഇവർ തെരുവിലേക്ക് ഇറക്കപ്പെടുമെങ്കിൽ അവരെ ഞങ്ങൾ സംരക്ഷിക്കും, അല്ലെങ്കിൽ CPM സംരക്ഷിക്കുമെന്ന കാര്യമാണ് പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മുൻ MLA-യും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടത്തിയ കാര്യങ്ങൾ, അതായത് കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ആയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇവരെ തെരുവിലിറക്കേണ്ടി വരില്ല, ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊരു കാര്യം പറയുന്നു. ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഭരണമില്ല എങ്കിൽ പോലും ഇപ്പോൾ പാർട്ടി, അതായത് CPM-ന്റെ നേതൃത്വത്തിലാണ് അവരുടെ സംരക്ഷണമൊക്കെ തന്നെ നടക്കുന്നത്. ഒപ്പം നിലവിലെ നിയുക്ത MLA സംഭവ സ്ഥലത്തിൽ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ്, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിന് തൊട്ട് സമീപത്തായാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ആശ്വാസ വാക്ക് പോലും ഈ ഇന്നലെ ആക്രമിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. എന്തു തന്നെയായാലും ഇതൊരു തുടക്കം എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വരും ദിവസങ്ങളും സമാന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ നിലവിൽ ഇവരെ പാർട്ടി സംരക്ഷിക്കും എന്ന ഒരു ഉറപ്പ് കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയും ശ്രീനിജൻ MLA അടക്കമുള്ളവരൊക്കെ തന്നെ ഇന്നലെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്തു വന്നാലും തങ്ങൾ ഈ വീട് വിട്ടിറങ്ങില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ സമാനമായി മറ്റൊരിടം താമസിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് തയ്യാറാക്കി നൽകേണ്ടിയിരിക്കുന്നു, എന്നാൽ മാത്രം നിയമം പാലിച്ചുകൊണ്ട് തങ്ങൾ ഇവിടെ നിന്നും മാറി നിൽക്കാം എന്നൊരു കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം, മറ്റൊരു ആരോപണം കൂടി കഴിഞ്ഞ നാളുകളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് അഭിഭാഷക കമ്മീഷനുമായി ഈ സ്വകാര്യ വ്യക്തിക്ക്, അതായത് 19 ഏക്കർ പുറമ്പോക്ക് ഭൂമിയായിരുന്നു, അതിൽ
2.5 ഏക്കർ ഭൂമിയാണ് ഈ സ്വകാര്യ വ്യക്തി അനധികൃതമായി സ്വന്തമാക്കിയത്. ആ 2.5 ഏക്കറിൽ നിന്നും ഈ 8 പട്ടികവർഗ വിഭാഗങ്ങൾ അവിടെ നിന്നും മാറണം, ഇവരുടെ കുടുംബം അവിടെ നിന്നും മാറണം എന്നായിരുന്നു കോടതിയിൽ ഈ സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജി. അത് പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തുകയും അത് ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമാവുകയുമായിരുന്നു. നിലവിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണം ഈ അഭിഭാഷക കമ്മീഷനായ ജയപാലിനി സ്വകാര്യ വ്യക്തിയുമായി ബന്ധമുണ്ട്, ചില പണമിടപാടുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്ന ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ കൂടി ഉണ്ടായാൽ മാത്രമേ ഇതിലൊരു വ്യക്തത ഉറപ്പാവുകയുള്ളൂ. എന്തു തന്നെയായാലും ഇന്നലെ ഉണ്ടായതൊരു ദാരുണ സംഭവം തന്നെയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയായിരുന്നതിൽ ഒരു സംശയവും വേണ്ട അമൽ. ആ രീതിയിൽ തന്നെയാണ് കേരളം അതിനെ കണ്ടത്. ഏതായാലും അമൽ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിന് സമീപമുള്ള മറ്റൊരു മണ്ഡലത്തിലാണ് ഈ ദാരുണമായ പോലീസ് വേട്ട ഇറങ്ങിയേറിയത്. ഒരു വാക്കുകൊണ്ട് പോലും അതിനെ അപലപിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു അമൽ. നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലം ആ മനുഷ്യരുടെ മുൻപിലേക്ക് പോലീസ് 14 വട്ടം വന്നു. ഒരു പുൽ നാമ്പ് കൊണ്ട് പോലും ആ മനുഷ്യരെ പോലീസ് ഉപദ്രവിച്ചില്ല. പക്ഷേ ആ 10 വർഷം ഭരിച്ച പാർട്ടി മാറി, പുതിയ സർക്കാർ വരുന്നു. ഇതാ ലാത്തി കൊണ്ടാണ് ആ മനുഷ്യരെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ക്യാൻസർ രോഗികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ വലിച്ചിഴയ്ക്കുന്നു, മർദ്ദിക്കുന്നു, തലക്കടിക്കുന്നു. കേരളം കുറേ നാളുകളായി മറന്നു നിന്ന ഒരു പോലീസ് വേട്ട വീണ്ടും നമ്മൾ കാണുകയായിരുന്നു. ഏതായാലും ആ തോൽപ്പിച്ച് കളഞ്ഞ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി തന്നെ ആ സമരമുഖത്ത് ആ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം വീഴ്ത്തുകയാണെങ്കിൽ എന്നെ വീഴ്ത്തുക, ആദ്യ അടി എനിക്ക് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ നേതാക്കൾ ആ സമരമുഖത്ത് ആ മനുഷ്യരോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നതും ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏതായാലും നോക്കാം ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഏതായാലും അഭിഭാഷക കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.